10 ലക്ഷം വേണം. മിനിമം 10 ലക്ഷം വേണമെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ട്രെങ്ത് സെഗ്മെന്റ് ഇടാൻ നമ്മളുടെ ഇന്ത്യൻ മെയ്ഡ് മെഷീൻസ് ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് 10 ലക്ഷത്തിന് നല്ലൊരു ജിം ഇടാം. നേരെ മറിച്ച് ഇമ്പോർട്ടഡ് മെഷീൻസ് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള മെഷീൻസ് ഇടുവാണെങ്കിൽ മിനിമം നമ്മൾക്ക് ഒരു 15 ലക്ഷം 20 ലക്ഷം സ്ട്രെങ്ത്തിന് മാത്രം വേണം. കാർഡിയോ പ്ലസ് സ്ട്രെങ്ത് ആണെങ്കിൽ 50 lakhs ആൻഡ് അബവ്, 30 lakhs ആൻഡ് അബവ്. ഒരു സ്മോൾ സ്കെയിലിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു 7 to 10 lakhsനുള്ളിൽ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. 10 lakhs ആണ് വളരെ ഭംഗിയായിട്ട് ചെയ്യാം, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് അടക്കം. ഇനി നമ്മൾ ഒരു മീഡിയം സ്കെയിലിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ മിഷനറീസും ഇൻറ്റീരിയർ എല്ലാം കൊണ്ട് ഒരു 20-25 lakhsനുള്ളിൽ ചെയ്യാൻ പറ്റും. അതായത് അതും ഏറ്റവും നല്ല ഭംഗിയായ രീതിയിലാണ് പറയുന്നത്. ഇൻറ്റീരിയറൊക്കെ കുറച്ച് മിഷനറീസിൻ്റെ കുറച്ച് നമ്പർ ഓഫ് കുറക്കുവാണെങ്കിൽ നമുക്കൊരു 15-16 lakhsന് ചെയ്യാം. മാക്സിമം ക്യാൻ ബി 1 crore, 80 lakhs അതിൻ്റെ മുകളിലോട്ട് പോകാം. കാരണം മിഷനറീസ് ഡിപ്പെൻസ്. മിഷനറീസ് നമുക്ക് 5 ലക്ഷത്തിൻ്റെ മെഷീൻസും ഉണ്ട്, 2 ലക്ഷത്തിൻ്റെയും ഉണ്ട്. ഞങ്ങളുടെ മിഷനറീസ് നോക്കുവാണെങ്കിൽ അറൗണ്ട് അബവ് 50-80 ആൻഡ് ബിറ്റ്വീൻ 80 lakhsൻ്റെ ഉള്ളിൽ ലാർജ് സ്കെയിലാണ്. പക്ഷെ പല സമയങ്ങളിലായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടതുകൊണ്ട് അത് തടിക്ക് പറ്റിയില്ല, അപ്ഗ്രേഡ് ചെയ്ത് വന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിൻ്റെ ആ ഇഷ്യൂ എല്ലാം പോയതിന് ശേഷമാണ് ഗവൺമെൻറ് ഇതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയത്. കാരണം പുറം രാജ്യങ്ങളിൽ ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു അറിവ് എനിക്ക് വന്നതിന് ശേഷം ഇന്ന് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെതിരെ ഗവൺമെൻറ് വലിയൊരു ആക്ഷൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ വന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ പഞ്ചായത്ത് ലെവലിൽ, മുനിസിപ്പാലിറ്റി ലെവലിൽ വനിതകൾക്കായിട്ടുള്ള വ്യായാമ കേന്ദ്രങ്ങൾക്ക് ഗവൺമെൻറ് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. 5 lakhs തൊട്ട് മിനിമം 5 lakhs to 10 lakhs വരെ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിറ്റ്നസ് സെന്റർ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ മൂലധനം, ലോൺ എന്നിവയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഫിറ്റ്നസ് സെന്റർ ബിസിനസ് ആരംഭിക്കുന്നതിന്റെ ഏറ്റവും മർമ്മപ്രധാന ഭാഗമാണ് മൂലധനം. അവ ഏതെല്ലാം വിധത്തിൽ വിനിയോഗിക്കണമെന്നും ഈ ബിസിനസിന് ആവശ്യമായ സർക്കാർ ആനുകൂല്യങ്ങൾ ഏതെല്ലാം എന്നതിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫിറ്റ്നസ് സെന്റർ ബിസിനസ് റിലേറ്റഡ് ആയ എല്ലാ വിവരങ്ങളും അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, കോഴ്സ് മുഴുവനായി കാണൂ. നമ്മളുടെ ടൗൺഷിപ്പിൽ മുനിസിപ്പാലിറ്റി തന്നെ നേരിട്ടാണ് ചെയ്യുന്നത്. അതായത് വനിതാ വ്യായാമ കേന്ദ്രങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ചില ഇപ്പം വെള്ളൂർ, കോറോം, പയ്യന്നൂർ വരാം. പയ്യന്നൂർ ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ 12 ലക്ഷത്തിൻ്റെ ഒരു വ്യായാമ കേന്ദ്രത്തിന് ഗവൺമെൻറ് അപ്രൂവ് കൊടുത്തിട്ടുണ്ട്. അതായത് വനിതാ വ്യായാമ കേന്ദ്രത്തിന്. അപ്പം ടൗണിൽ അവർ വലിയൊരു സെൻറ്റർ വരുന്നുണ്ട്. അപ്പം വനിതകൾക്കാണ് കൂടുതൽ പ്രാധാന്യം എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം സ്കൂൾ ലെവലിൽ, ഹൈസ്കൂൾ ലെവലിലെ കുട്ടികൾക്ക് 5 ലക്ഷം വരെയുള്ള ഒരു വ്യായാമ കേന്ദ്രം അവർ സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഗവൺമെൻറ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും പ്രൈവറ്റ് വ്യക്തികൾക്കോ അല്ല, ഗവൺമെൻറ് ഡയറക്റ്റ്ലി ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ കോളേജ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഗവൺമെൻറ്റിൻ്റെ ഒരു വ്യായാമ കേന്ദ്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഈ മേഖല വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മുദ്ര ലോൺസ് ജിമ്മുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. മുദ്ര ലോൺസ് അവൈലബിൾ ആണ്. പിന്നെ ഏത് തരത്തിലുള്ള ബിസിനസ് ലോണും ഇന്ന് ജിമ്മിനൊക്കും അതുപോലെ കിട്ടുന്നുണ്ട്. ജിമ്മ് വ്യായാമ കേന്ദ്രങ്ങൾക്കായിട്ട് പ്രത്യേകിച്ചൊരു ലോൺ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇല്ല. സാധാരണ ബിസിനസ് എൻ്റർപ്രണേഴ്സിന് കൊടുക്കുന്ന മുദ്ര ലോൺ ഫീസിബിൾ ആണ്, അവൈലബിൾ ആണ്. കാരണം നമ്മൾക്കൊരു ജിമ്മ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മിനിമം ചെറിയൊരു ജിമ്മുകൾ, കാരണം 10 ലക്ഷം വരെയാണ് അവർ നമുക്ക് വേറെ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ കൊടുക്കുന്നത്. അതിന് മുകളിൽ പോകുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ട് സാധാരണ കിട്ടാവുന്ന ലോണുകളേ ഉള്ളൂ ഇന്ന് അവൈലബിൾ ആയിട്ട്. കാരണം അത്ര കണ്ട് ഈ മേഖലയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല ഗവൺമെൻറ്. ആ നിലപാടുകൾ എടുത്തുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ ഓപ്പൺ എയർ ജിമ്മുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം ഈ ഔട്ട്ഡോർ ജിംസ് പാർക്കുകളിലൊക്കെ സ്ഥാപിക്കുന്നത്. പക്ഷെ അതൊന്നും ഫീസിബിൾ അല്ല ആക്ച്വലി. അതിന് പകരം ഇതുപോലെയുള്ള ഇത് തുടങ്ങാൻ പാഷനായിട്ടുള്ള ആൾക്കാർക്ക് ഫണ്ടിങ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗവൺമെൻറ്റിനായാലും വ്യക്തികൾക്കായാലും ജനങ്ങൾക്കായാലും ഉപകാരപ്പെടുക. കാരണം ഔട്ട്ഡോർ ജിമ്മുകൾ തുടങ്ങിയാൽ എത്ര ആൾക്കാർ അവിടെ പോയി ചെയ്യും? അതിൻ്റെ ലൈഫ് എത്രയുണ്ട് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു വർഷം കഴിയുമ്പോൾ അതൊക്കെ തുരുമ്പടിച്ച് അവിടെ മൂക്കൂത്തി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് എല്ലാം ഉള്ളത്. ഇലക്ട്രിസിറ്റി നമുക്കിപ്പോൾ അതിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ജിമ്മുകൾക്ക് നമുക്ക് സ്ലാബ് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ 7A, 7B, 7C എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ലാബുകളിൽ
ജിമ്മുകളുടെ സ്ലാബിൽ വളരെ റേറ്റിൽ വ്യത്യാസമുണ്ട്. കാരണം കൊമേഴ്ഷ്യൽ സ്ലാബ്സിൽ 10 രൂപയാണെങ്കിൽ, സപ്പോസ് 10 രൂപയാണെങ്കിൽ ജിമ്മുകൾക്ക് 6 രൂപ അല്ല 5 രൂപ ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ജിംനേഷ്യങ്ങൾ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇലക്ട്രിസിറ്റിയിൽ പോലും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നല്ലൊരു സബ്സിഡി കിട്ടുന്നുണ്ട്. പിന്നെ ബിൽഡിങ്ങുകൾ അത് ഓരോ ടൗൺഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം കേരളത്തിൽ പറയുകയാണെങ്കിൽ പയ്യന്നൂർ ഏറ്റവും എക്സ്പെൻസീവായ ടൗണാണ്. നമ്മൾ എറണാകുളത്ത് പോയിട്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റ് എടുക്കുന്നതിൻ്റെ 3 മടങ്ങ് കാശ് വേണം പയ്യന്നൂർ ടൗണിൽ ഒരു ജിമ്മ് ഒരു റൂം എടുക്കണമെങ്കിൽ. അത്ര തന്നെ വേണം ഇരിട്ടിയിലും തളിപ്പറമ്പിലും. നേരെ മറിച്ച് കണ്ണൂർ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പകുതിയേ വേണ്ടു. അപ്പം ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് വാടകയാണ് തന്നെയാണ്. വലിയൊരു വാടക കൊടുത്ത് പിന്നെ അതിൻ്റെ ഇലക്ട്രിസിറ്റി പിന്നെ രണ്ടാമത്തെ കൺസംഷനിൽ വരുന്നതാണ്. തുടക്കത്തിൽ വരുമ്പോൾ നമുക്ക് വാടകയും ഡെപ്പോസിറ്റ്സും വലിയൊരു ചോദിച്ചത് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ആ ടൗണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ഇതൊരിക്കലും ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. 10 lakhs നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജിമ്മിൽ അത്യാവശ്യം വേണ്ടത് ഒരു മിറർ സെറ്റപ്സ് ആണ്. പിന്നെ വേണ്ട അത്യാവശ്യപ്പെട്ട മിഷനറീസ്. കാരണം കുറേ മിഷനറീസൊന്നും നമുക്ക് വേണ്ട. അപ്പം ഒരു ബോയ്സ് വരുന്നൊരു ജിമ്മാണെങ്കിൽ, ജിം ബോഡി ബിൽഡിംഗ് സെഗ്മെൻ്റ് ആണെങ്കിൽ ചെസ്റ്റിന് വേണ്ട ആ ഒരു പെർട്ടിക്കുലർ എക്സസൈസിങ്ങിൻ്റെ ഒരു 3-4 മിഷൻസ്, കാലിന് എക്സസൈസ് ചെയ്യാനുള്ള വർക്കൗട്ട് മിഷൻസ്, വിങ്സ്, ഷോൾഡർ. അപ്പം ഇതൊക്കെ കൂടി നമ്മൾക്ക് ഒരു അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഒരു 100-200 ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ട് എക്സസൈസ് കൊടുക്കാൻ ഈ പറഞ്ഞ 7 ലക്ഷം തൊട്ട് 10 ലക്ഷത്തിനുള്ളിൽ മിഷനറീസും ഇൻറ്റീരിയർ ഫ്ലോറിങ്, വാൾ പെയിൻറ്റിങ്, പിന്നെ ഇതൊക്കെ കൂടി മതിയാവും. ഇപ്പം ട്രെയിനേഴ്സിൻ്റെ സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് വേണമെന്നുള്ള ഒരു പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സാധാരണ ഒരു സ്ഥാപനം രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. വളരെ സപ്പോർട്ടീവാണ് ആ കാര്യത്തിൽ നമ്മളുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും കോർപ്പറേഷനായാലും. അപ്പം മിനിമം ലെവലിലുള്ള ഒരു പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. നൂലാമാലകളൊന്നുമില്ല. ബേസിക്കലി ലോണിങ് എനിക്ക് മുദ്ര ലോൺ കിട്ടി. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട്, എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരു വ്യക്തി എന്നെ നല്ലോണം സഹായിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ നേരത്തെ പറഞ്ഞ മുദ്ര ലോണിൽ നിന്ന് എനിക്ക് IOB എന്ന് ഒരു 10 ലക്ഷത്തോളം എനിക്ക് അന്ന് കിട്ടിയിരുന്നു. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യം നമ്മളുടെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം നമ്മൾക്ക് റിക്വയർഡ് മിഷനറീസിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആ ലിസ്റ്റും അതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് അവിടെ നിന്ന് കൊട്ടേഷൻ വാങ്ങിയതിന് ശേഷം കൊട്ടേഷനും നമ്മൾ ഒരു ബിസിനസ് റിട്ടേൺ എങ്ങനെ നമ്മൾ ഉണ്ടാവും, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം ആ പ്രൊജക്റ്റ് റിപ്പോർട്ടും ഈ കൊട്ടേഷനും ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് ആ ലോൺ പെട്ടെന്ന് അവൈൽ ചെയ്ത് തരും. എനിക്ക് തോന്നുന്നു ഒരു വീക്ക് വേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മുദ്ര ലോൺ എടുക്കുന്നതിന് വലിയൊരു ബാധ്യതകളൊന്നുമില്ല. കാരണം 10 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ നമുക്ക് അവിടെ സെക്യൂരിറ്റീൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ പർച്ചേസിങ് ബില്ലും അല്ലെങ്കിൽ നമ്മൾ കൊട്ടേഷൻ പ്ലസ് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ റെൻ്റ് അഗ്രിമെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ബാങ്ക് അക്കൗണ്ട്സും കാര്യങ്ങളും മാത്രം മതി. ഞാൻ മുദ്ര ലോൺ മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്. ഫിറ്റ്നസ് സെന്റർ ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ മൂലധനം, ലോൺ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഈ ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ഇതിനാവശ്യമായ സ്ഥലം, അതുപോലെ തന്നെ ഫീസ് ക്രമീകരണം, എക്യുപ്മെന്റ്സ്, റോ മെറ്റീരിയൽസ് എന്നിവയടങ്ങിയ ഒത്തിരി വിവരങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് മുഴുവനായി കാണും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നതിനായി ഇപ്പോൾ തന്നെ ഫ്രീഡം മണി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.